ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറിയുടെ 8ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളിത് കാണുന്നത് പോലെ 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 ലൈൻ വരച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന്, അതായത് ഇത് മുകളിലത്തത്, ഇത് താഴത്തെ ലൈൻ. അപ്പോൾ ഈ താഴത്തെ ലൈനിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ താഴത്തെ ലൈനിൽ നിന്ന് ഇതേപോലെ സൂചി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ ഇതേ കുത്തി, ആദ്യം നമ്മൾ കുത്തിയില്ലേ അതിൻ്റെ നേർക്ക് മുകളിൽ സൂചി ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. കണ്ടില്ലേ? ഈ ക്രോസിൻ്റെ അകലെല്ലാം ഈക്വലായിരിക്കണം. ഈ മുകളിൽ സൂചി നൂലെടുത്ത് ആ ഭാഗത്ത് നേർക്കത താഴെ കുത്തി, അതിന് നേർക്ക് മുകളിലുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. വീണ്ടും ഇവിടെ ഇട്ടിരിക്കുന്നില്ലേ ഈ ഒരു അകലം, ഈ ഒരു സ്പേസ് ഇവിടെയും വിട്ട് തൊട്ട് മുന്നേ കുത്തി ആ ഹോളിലോട്ട് ഒന്ന് വലിച്ചെടുക്കുക. വീണ്ടും നേരെ മുകളിൽ പോയി ഇതേപോലെ ഒന്ന് താഴത്തോട്ട് കുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് താഴ്ത്തെടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് കുത്തിയ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. കണ്ടില്ലേ? ഇനി നേരെ ഓപ്പോസിറ്റ് മുകളിൽ കുത്തുക, തൊട്ട് മുന്നത്തെ ഹോളിലോട്ട് എടുക്കുക. ഇനി നേരെ താഴെ കൊണ്ട് കുത്തുക. കണ്ടില്ലേ? കുത്തിയതിന് ശേഷം നേരെ മുകളിലെ ഹോളിൽ കൂടെ എടുക്കുക. ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടില്ലേ? ഇതിൻ്റെ പുറകുവശം ഇങ്ങനെ വരും. കണ്ടോ? നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റേൺ തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇവിടെ കുത്തി തിരിച്ച് റിവേഴ്സിലാണ് എടുക്കേണ്ടത്. ഇതേപോലെ ഒന്ന് എടുക്കുക. കണ്ടില്ലേ? വീണ്ടും മുകളിൽ നേർക്ക് കുത്തി, ഇതിന് നേർക്ക് ഇങ്ങനെ കുത്തി അതിന് അവിടെ കൂടെ എടുക്കുക. ഇവിടെ കൂടെ. കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് എടുക്കുക. വീണ്ടും മുകളിൽ കുത്തി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ക്രോസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതേപോലെ എല്ലാ ക്രോസിൻ്റെയും സ്പേസ്, അതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. എൻഡ് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് കുത്തി താഴത്തോട്ടാക്കിയിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്രോസ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പിക്ചർ എങ്ങനെ വരയ്ക്കുന്നു നോക്കാം. കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ബാക്ക് സൈഡ് ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്തെ ഈ കെട്ട് ഇവിടെയും വരും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ ക്രോസ് സ്റ്റിച്ച് തെറ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ ശരിയായിട്ടാണ് നിങ്ങൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കുന്നതെങ്കിൽ ബാക്ക് സൈഡ് നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പിക്ചർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ അകം ഭാഗം നമ്മൾ ഈ ചതുരം പോലെ വരുന്നില്ലേ, ഈ ഒരു പോർഷൻ, അവിടെയാണ് ക്രോസ് സ്റ്റിച്ച് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ടവർ കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തുണി നന്നായിട്ട് വലിച്ച് കെട്ടിയാൽ മാത്രമേ ഈ ക്രോസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് കുറച്ച് ഭാഗത്ത് ഒന്ന് നീങ്ങിപ്പോയത്.
അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ കറക്റ്റായിട്ട് തുണി ടൈറ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ ഞാൻ വരച്ചത് ഇതും തമ്മിൽ നല്ല ഭംഗിയില്ലേ ചെയ്തത്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.